ഹലോ നമസ്കാരം, ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി കീച്ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുപോലത്തെ സെയിം മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ മുന്തിരിക്കൊല പോലത്തെ കീച്ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം മുന്തിരികൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് ക്രാക്കിൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. 8mm ആണ്. പിന്നെ ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഹെഡ് പിൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ക്രാക്കിൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതിൽ കാണിക്കുന്നത് പോലെ കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും. പിന്നെ എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല ക്ലോസ് ആയിട്ട് അതൊന്ന് വളച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഡ് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഈ മുന്തിരിക്കൊല പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജംപറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ 5 or 6 ജംപറിങ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ 5 ജംപറിങ് ആണെങ്കിൽ 11 6 ജംപറിങ് ആണെങ്കിൽ 13 ബീഡ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ 13 ബീഡ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജംപറിങ് എടുത്തിട്ടുണ്ട്. ആ ജംപറിങ് ഒന്ന് നോസ് പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ബീഡ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ജംപറിങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ജംപറിങ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ജംപറിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അല്ലെങ്കിൽ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ നോസ് പ്ലെയറിന് എന്തോ പറ്റിയിട്ടോ, അത് മര്യാദയ്ക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത് ആഡ് ചെയ്ത ജംപറിങ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു ബീഡും ഒരു ജംപറിങ്ങും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു ബീഡും മറ്റേ സൈഡിൽ മറ്റേ ബീഡും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ടും ഒരേ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്തിരിക്കൊല മര്യാദയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ മൂന്നാമത് ആഡ് ചെയ്ത് കൊടുത്ത ജംപറിങ്ങില്ലേ, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ബീഡ്, രണ്ടാമത്തെ സൈഡിലേക്ക് ഒരു ബീഡ്, ഒരു ജംപറിങ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ചെയിനും റിങ്ങും അത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ. എനിക്ക് ഈ കീ ചെയിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയിന് റിങ് എന്നൊക്കെ പറയുന്നത്. അതിന് ശരിക്കും എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ കീ ചെയിനിൻ്റെ ഈ തൂങ്ങിക്കിടക്കുന്ന പോർഷനില്ലേ, അത് പോയ 2 കീ ചെയിൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിലാണ് കേട്ടോ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയത്. അതല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ യൂസ് ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ ചീത്തയായതോ ആയ കീ ചെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിങ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേ ലാസ്റ്റത്തെ ബീഡ്സ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 6 ജംപറിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ലാസ്റ്റത്തേക്ക് മാത്രം ഒരെണ്ണം, ബാക്കി എല്ലാത്തിലും 2 വീതം വെച്ച് 13 ബീഡ്സ് ആണ് ആക്ച്വലി ഞാൻ കോർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഫൈനൽ മുന്തിരിക്കൊല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ തൂക്കം പോയ ആ ഒരു ചെയിൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജംപറിങ് നോസ് പ്ലെയർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെയിനുമായിട്ട് ഇന്റർകണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കീ ചെയിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജെല്ലി ബീഡ്സ് ഉപയോഗിച്ചാണ് ചെയ്ത് നോക്കിയത്. ഇതാണ് കേട്ടോ ഞാൻ കമ്മലുണ്ടാക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.